ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് BS3 R390 കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ഇട്ട വണ്ടിയൊക്കെ നമുക്ക് പട്ടയെന്ന് പറഞ്ഞ് സെയിലായി. അപ്പൊ നമുക്ക് വീണ്ടും രണ്ടെണ്ണം കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കേട്ടോ. അപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് 2016 മോഡലാണ്, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി കേട്ടോ. 2016 10ാം മാസമാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇത് വരുമ്പോൾ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. അപ്പൊ ഇത് വരുമ്പോൾ 2015 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അപ്പൊ വണ്ടി 29,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ECU കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഷോറൂമിൽ കയറ്റി. അതുപോലെ നമ്മൾ രണ്ട് വണ്ടിക്ക് എഞ്ചിൻ വാറന്റി ഒക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരാഴ്ചത്തേക്ക് നമുക്ക് തരുന്നത് ABS-നും നമുക്ക് വാറന്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഷോറൂമിൽ ചെക്ക് ചെയ്തിട്ട് നമുക്ക് എഞ്ചിൻ ഭാഗത്തൊക്കെ എന്തെങ്കിലും വിഷയം നമ്മുടെ അടുത്ത് പറയാൻ കേട്ടോ. ഒരാഴ്ച വരെയുള്ള വാറന്റി ഒക്കെ ഉള്ളത് നമുക്ക് ജസ്റ്റ് അപ്പൊ ഓരോ വണ്ടിയും നമുക്ക് എടുത്ത് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് 2016 വണ്ടി തന്നെ നമുക്ക് ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ വൈസറിൽ തന്നെ തുടങ്ങാം കേട്ടോ. വൈസറിന് വേറെ പൊട്ടലൊന്നും വന്നിട്ടില്ല കേട്ടോ. അതുപോലെ മിററൊന്നും വേറെ കുഴപ്പമില്ല. മിററൊക്കെ BS4-ന്റെ ആണ്. അതുപോലെ റിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ലൈറ്റ് എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണ് കേട്ടോ. ജസ്റ്റ് കാട്ടി തരാവേ. ലൈറ്റ് എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ലൈറ്റ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ടയറൊക്കെ നോക്കി കാണാൻ പറ്റും. ടയറൊക്കെ നമ്മൾ പുതിയ ടയർ ഇട്ടേക്കുവാണ്. അതുപോലെ തന്നെ അലോവിൽ നിന്നും വേറെ കുഴപ്പമൊന്നും വന്നിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നിങ്ങളൊന്ന് ജസ്റ്റ് സർവീസ് ഒന്ന് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ ഓയിൽ സീലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓയിൽ സീൽ ലീക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല. രണ്ട് ഓയിൽ സീലിനും വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അത് നമുക്ക് റൈറ്റ് സൈഡിലെ കിറ്റൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ കിറ്റ് നോക്കുമ്പോഴത്തേക്ക് വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. മേജറായിട്ട് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. വേറെ പൊട്ടലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കിറ്റിൽ നിന്ന്. അത് നിങ്ങൾക്ക് അണ്ടർവെല്ലിയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ആകെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ സൈഡിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് പെയിന്റ് പോയിട്ടുണ്ട് കേട്ടോ. അതല്ലാണ്ട് വേറെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് ചെറുതായിട്ടൊരു പെയിന്റ് പോയിട്ടുള്ളൂ, അല്ലാണ്ട് മേജറായിട്ട് ഫുൾ ആയിട്ടൊന്നും പോയിട്ടില്ല. അതുപോലെ ചെയിൻ സോക്കറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം വരുന്നുണ്ട്. പിന്നെ ഫുഡ് റെസ്റ്റിനൊക്കെ പെയിന്റ് പോയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് അതൊന്ന് ക്ലിയർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. ഫുഡ് റെസ്റ്റിനുള്ള പെയിന്റ് പോക്കൊക്കെ ഉണ്ട്, അല്ലാണ്ട് വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ബാക്ക് ടയറൊക്കെ നമുക്ക് ഇരുന്ന് ചെറിയ വിള്ളലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഫുള്ളായിട്ട് കാണിച്ചു തരാം. നമ്മൾ മാറാനായിട്ടില്ല, ജസ്റ്റ് വിള്ളലൊക്കെ വന്നിട്ടുണ്ട്. കാറ്റൊക്കെ കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. പൊട്ടലോ കാര്യങ്ങളൊന്നും വന്നില്ല ടയറിന്. ഇപ്പൊ ജസ്റ്റ് വിള്ളൽ വന്നിട്ടുണ്ട് ഇരുന്നിട്ട്. രണ്ട് ഇൻഡിക്കേറ്റർ, എല്ലാ ഇൻഡിക്കേറ്ററൊക്കെ ഉണ്ട് കേട്ടോ. സാധാരണ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് ഇൻഡിക്കേറ്ററൊക്കെ പൊട്ടാറുണ്ട്. അപ്പൊ നമുക്ക് ഇൻഡിക്കേറ്ററിന് വേറെ യാതൊരു കുഴപ്പമൊന്നും വന്നിട്ടില്ല. ജസ്റ്റ് നമുക്ക് ലൈറ്റ് ഒക്കെ കാണിച്ചു തരാവേ. ഇൻഡിക്കേറ്റർ എല്ലാം വർക്കിംഗ് ആണ് കേട്ടോ. അതുപോലെ ബാക്ക് സീറ്റ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വണ്ടി ഫുൾ സ്റ്റോക്ക് കണ്ടീഷൻ ആണ് കേട്ടോ. ബാക്ക് സീറ്റൊന്നും വേറെ കീറലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. പക്ക നീറ്റായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ബാക്ക് സീറ്റും അതുപോലെ നമുക്ക് ഫ്രണ്ട് സീറ്റൊക്കെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. വേറെ കീറലൊന്നും വന്നിട്ടില്ല. ടാങ്കിന്റെ ഭാഗം നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ടാങ്കൊക്കെ പക്ക ക്ലിയർ ആയിട്ടാ. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മീറ്റർ ഷെല്ല് ചേഞ്ച് ചെയ്യേണ്ടി വരും കേട്ടോ. മീറ്റർ ഷെല്ല് മാത്രം ഒന്ന് മാറ്റിയാൽ മതി. മീറ്റർ ഒന്നും കുഴപ്പമൊന്നും. 29,742 കിലോമീറ്റർ ഇപ്പം നിലവിൽ ഓടിയേക്കുന്നത്. അല്ലാണ്ട് വേറെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പം മീറ്ററിന് ഷെല്ലൊന്നും മാറേണ്ടി വരും. പിന്നെ അല്ലാതെ കിറ്റൊക്കെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ബോൾട്ട് ഒന്ന് രണ്ടുപേരും കേട്ടോ. ഇതിപ്പോൾ ചെറിയ ലൂസ് ഉണ്ട് ബോൾട്ട്. ട്രെയിൻ ഇറക്കിയ സമയത്ത് സംഭവിച്ചേക്കുന്നതാണ്. ചെറിയൊരു ബോൾട്ട് ലൂസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു വൈബ്രേഷൻ നിൽക്കും കേട്ടോ. ഇവിടെ നിന്ന് ചെറിയൊരു വൈബ്രേഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ ബോൾട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വൈബ്രേഷൻ അങ്ങോട്ട് നിൽക്കും കേട്ടോ. ജസ്റ്റ് അപ്പോൾ നമുക്ക് വന്ന് വണ്ടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക, കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ സ്റ്റാർട്ടിങ് സൗണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മൈക്കൊന്ന് ഊരിയിട്ടാണ് കേൾപ്പിച്ചത്. കാരണം മൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓവറായിട്ട് നമുക്ക് കൈ കൊടുത്തൊന്നും കാണിക്കാൻ പറ്റില്ല. അടുത്ത് വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് എഞ്ചിനൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. നോർമലി സൗണ്ട് തന്നെയാണ്. വേറെ കാങ്കിനടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നില്ല. അതുപോലെ നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് വണ്ടി. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ പ്രൈസ് ചോദിക്കുമ്പോഴത്തേക്ക് 1,40,000 ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഇൻഷുറൻസും NOC എല്ലാം എടുത്ത് നിങ്ങൾക്ക് തരുന്ന കേട്ടോ നിങ്ങളുടെ പേരിലേക്ക്. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി കൂടി ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാവേ. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി നമുക്ക് 2015 മോഡലാണ് കേട്ടോ. അപ്പോൾ ഇത് വരുമ്പോൾ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടി ജസ്റ്റ് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ മിറർ പറയുമ്പോൾ BS3യുടെ മിറർ തന്നെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ മിററിൽ നിന്നൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് പെയിന്റ് ചെയ്തിട്ടുണ്ട്, ചെറിയ രീതിയിൽ.
വൈസറിന് വേറെ കുഴപ്പമൊന്നുമില്ല, വൈസറിനും പൊട്ടലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അതിന് ഫ്രണ്ടിൽ ലൈറ്റ് ഒക്കെ വർക്കിംഗ് ആണ്. അപ്പം അത് ഇത് കണ്ടല്ല, ഇവിടെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ട്രെയിൻ ഇറക്കിയ സമയത്ത് സംഭവിക്കുന്നതാട്ടോ. അത് നമുക്കിത് ഫുള്ളായിട്ട് മാറാനായിട്ട് അങ്ങോട്ട് 1600 അങ്ങോട്ടാണ് ഷോറൂമിൽ സാധനത്തിൻ്റെ റേറ്റ് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, ലൈറ്റ് എല്ലാം വർക്കിംഗ് ആണ്. ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം വർക്കിംഗ് ആണ് കേട്ടോ. അതെല്ലാം ഇൻഡിക്കേറ്ററൊക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ ഇതും ഫുൾ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് മീറ്ററൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാവേ. അപ്പോൾ ഈ മീറ്ററിന് ശല്യം നിങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇത് സിലിക്കോൺ അടിച്ചിട്ടുണ്ട്. 29,700 കിലോമീറ്ററാണ് ഓടിയേക്കണത്. ഇപ്പോൾ രണ്ടെണ്ണം നമ്മൾ ECU ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോസൊക്കെ അവസാനമായിട്ട് കൊടുക്കുന്നതായി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മീറ്റർ ശല്യം മാറേണ്ടതാണ്. അപ്പോൾ ഇതൊന്ന് സർവീസ് അറ്റൻഡ് ചെയ്യണേ. അതുപോലെ ഹാൻഡിലിനും വേറെ ബെൻഡോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. അത് നമുക്കിടെ ടാങ്കിൻ്റെ ഭാഗമൊക്കെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്ക്രാച്ച് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ അടിച്ചിട്ട് സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പാൻറ്റിൻ്റെയൊക്കെ സ്ക്രാച്ച് കൊള്ളുമല്ലോ, അതുകൊണ്ട് സ്ക്രാച്ചസ് ടാങ്കിൽ ഭാഗത്തും സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ സീറ്റിനകത്ത് കവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. സീറ്റ് ഇത്തിരി മാറിയിട്ടുണ്ട്. അപ്പോൾ സീറ്റ് നമ്മൾ സ്റ്റോക്ക് നമ്മുടെ കയ്യിലില്ല, അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ബാക്ക് സീറ്റൊക്കെ നോക്കി തന്നെ കാണാം, വേറെ ഗിയറിലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ബാക്ക് സീറ്റ് ഭാഗത്തായാലും. പിന്നെ 2 ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞിട്ട് സാധാരണ ട്രെയിൻ നടക്കുന്ന സമയത്ത് കിട്ടുന്നതാണ്. അപ്പോൾ അതൊന്നും യാതൊരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ബാക്കിലെ ടയറൊക്കെ നമ്മൾ പുതിയ ടയറാണ് ഇട്ടേക്കുന്നത് കേട്ടോ. പഴയ ടയർ മാറ്റി നമ്മൾ പുതിയ ടയറൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് ചെയിൻ സോക്കറ്റ് ചെയ്യാനൊക്കെ അത്യാവശ്യം വരുന്നുണ്ട്. അതുപോലെ അലോ വീലിനൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ ബാക്കിലെ ഡിസ്കിനായാലും ABS റിങ്ങിനായാലും കുഴപ്പമൊന്നും വന്നിട്ടില്ല. അവനെ ലെഫ്റ്റ് സൈഡിലെ കിറ്റൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാവുന്നേ. കിറ്റിൽ ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റിക്കർ മേലാണ് വന്നേക്കണം, കിറ്റിനൊന്നും യാതൊരു കുഴപ്പമില്ല. ആ സ്റ്റിക്കറിന് ചെറിയ സ്ക്രാച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ എൻജിൻ സൈഡിൽ നിന്നും വേറെ പെയിന്റ് പോയിട്ടോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പക്ക നീറ്റായിട്ട് തന്നെ ഇരിക്കണത്. അതിന് അണ്ടർവെല്ല് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്ന കേട്ടോ. വേറെ ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അതുപോലെ ഫ്രണ്ട് ടയർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഫ്രണ്ട് ടയർ നമ്മൾ പുതിയ ടയർ ഇട്ടേക്കുന്നത്. അതല്ല ABS റിങ്ങിനോ കാര്യങ്ങളോ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓയിൽ സീലൊന്നും ലീക്ക് ഇല്ല കേട്ടോ. ഓയിൽ സീലൊന്നും ലീക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിലെ കിറ്റ് കൂടി ജസ്റ്റ് കാണിച്ചു തരാം. റൈറ്റ് സൈഡിലെ കിറ്റിലും വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പക്ക ക്ലിയർ ആയിട്ട് തന്നെ വന്നേക്കുന്നത് കേട്ടോ. അല്ല അണ്ടർവെലി ഭാഗമായാലും എൻജിൻ സൈഡൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. യാതൊരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഷോക്ക് അബ്സറിനും കുഴപ്പമൊന്നും വന്നിട്ടില്ല. ഈ വണ്ടി പക്ക നീറ്റാണ് കേട്ടോ. വേറെ യാതൊരു മേജറായിട്ടൊരു പണി നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. എഞ്ചിനും ABS നമ്മളെല്ലാം വാറണ്ടി തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൗണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് നമ്മൾ മൈക്ക് ഒന്ന് ഊരി മാറ്റാം കേട്ടോ. മൈക്കിൽ സൗണ്ട് വെച്ചാൽ പാറലായിരിക്കും. അപ്പോൾ എഞ്ചിൻ പണി എന്നൊക്കെ പറയാം, അതുകൊണ്ട് നമ്മൾ മൈക്ക് ഊരി മാറ്റിയിട്ടാണ് കേൾപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും മൈക്കൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല മൈക്കൊക്കെ മേടിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ വയ്യ മേടിക്കും. അപ്പോൾ ഇതാണ് വണ്ടിയുടെ സൗണ്ടൊക്കെ കേട്ടോ. സൗണ്ട് വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പക്കാ ക്ലിയർ ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ 2 വണ്ടിയുടെ ECU ഒക്കെ നമ്മൾ ഷോറൂമിൽ കയറ്റിയിട്ടാണ് ചെക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അവസാനം കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ ഇതുപോലെ ഒരുപാട് വണ്ടികൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്കാണ്. ഇതുവരെയും ബൈ.